അതോ പള്ളാത്തുരുത്തി വള്ളത്തിന്റെ മനോജ് പത്തുതങ്ങുങ്ങളുടെ തന്ത്രങ്ങൾ ഇവിടെ വിജയിക്കുമോ? മത്സരത്തിൽ പങ്കെടുത്തുകൊണ്ട് ചാമ്പ്യന്മാരായ പള്ളാത്തുരുത്തി വട്ടപ്പ് കഴിഞ്ഞ 4 സീസണിലെ ചാമ്പ്യന്മാരായിരുന്ന പള്ളാത്തുരുത്തി വട്ടപ്പിനെ നടുഭാഗം പിടിച്ചു കെട്ടുമോ? അതോ ചെറുതന ചരിത്രം തിരുത്തി കുറിക്കുമോ? അതെ, ചെറുതന ചരിത്രം തിരുത്തി കുറിക്കുമെന്നാണ് തോന്നുന്നത്. ഇല്ല, മേൽപ്പാടമുണ്ട്, നടുഭാഗമുണ്ട്, പുന്നമടവട്ടമുണ്ട്, പള്ളാത്തുരുത്തി വട്ടമുണ്ട്, വട്ടമുണ്ട്. ഒരു ഫൈനൽ മത്സരത്തെ ഓർമ്മിപ്പിക്കുന്നതാണ്. അല്പം പോലും വ്യത്യാസമില്ലാതെ ഇഞ്ചിരിഞ്ചിന് വരുതി ഒപ്പത്തിനൊപ്പം കൊതിഞ്ഞു കുത്തുന്ന കാഴ്ച കണ്ടില്ലേ? നടുഭാഗം, മേൽപ്പാടം, ചെറുതന, അല്പമ്പോ. ഇതാണ് മത്സരം, ഇതാണ് ലൂസേഴ്സ് ഫൈനൽ. ലൂസേഴ്സ് ഫൈനൽ അല്ല, ഫൈനൽ മത്സരം പോലെ. നടുഭാഗം, മേൽപ്പാടം, ചെറുതന, ഹരിപ്പാട് ആവേശകരമായ ലൂസേഴ്സ് ഫൈനൽ മത്സരം. നടുഭാഗവും മേൽപ്പാടവും ചെറുതനയും തമ്മിൽ ഒരുങ്ങി പോരാടുകയാണ്. നടുഭാഗം പുന്നമട ബോട്ട് ക്ലബ്ബ് റിപ്പിൾ ബ്രേക്കേഴ്സ്, മേൽപ്പാടം പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ് ട്രോപ്പിക്കൽ ടൈറ്റൻസ്, അത് ചെറുതന തെക്കേക്കര ബോട്ട് ക്ലബ്ബ് വൈറ്റ് വാട്ടർ ചാർജേഴ്സ്. കഴിഞ്ഞ സീസണുകളിൽ പ്രഥമ ചാമ്പ്യൻസ് ട്രോഫി വിജയമാക്കായ നടുഭാഗം. എങ്കിലും മേൽപ്പാടം അതേ ഇക്കുറി വിജയത്തിന്റെ വിജയപത്താവിലേക്ക് എത്തുവാൻ വേണ്ടി പള്ളാത്തുരുത്തി വന്നു. പക്ഷെ കഴിഞ്ഞ 4 സീസണുകൾ അടക്കി ഭരിച്ചവൻ പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ് ഇതാ മേൽപ്പാലത്തിൽ വരുന്നു. അരവിന്ദ് രാജകുമാരൻ തെക്കേക്കരയുടെ അഭിമാനമായി ചെറുതന അതേ 3-ലൂടെ വരികയാണ്. 1-ലെ നടുഭാഗം ഇല്ല, 1-ലെ നടുഭാഗം അല്പത്തിലേക്ക് കുതിക്കുന്നു. പുന്നമട ഇല്ല, മേൽപ്പാടം വരികയാണ്. നടുഭാഗവും മേൽപ്പാടവും ചെറുതനയും. ഇതാ മത്സര വീര്യം.